ശുക്രന്റെ നീചാവസ്ഥയും ബുധന്റെ മാറ്റവും ഈ ആഴ്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കുമ്പോൾ ശുക്രൻ കന്നിരാശിയിൽ നീചത്തിൽ പ്രവേശിക്കുന്നത് പ്രണയബന്ധങ്ങളെയും ദാമ്പത്യ സുഖത്തെയും പരീക്ഷിക്കുന്നതിന്റെ സമയമാണ്. ശുക്രൻ ആനന്ദത്തെയും സൗന്ദര്യത്തെയും പ്രതിനിധീകരിക്കുമ്പോൾ കന്നിരാശി വിമർശനാത്മകവും കൃത്യത ആവശ്യപ്പെടുന്നതും വിശകലന ശേഷിയുള്ളതുമായ ഒരു രാശിയാണ്. ഈ സ്വഭാവ വൈരുദ്ധ്യം കാരണം പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ അയവില്ലായ്മയും അനാവശ്യമായ വിമർശനങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയെ സാമൂഹ്യ നിലവാരം വെച്ച് താരതമ്യം ചെയ്യാനുള്ള പ്രവണത കൂടുന്നത് മാനസിക അകൽച്ചയ്ക്ക് കാരണമാകും. യഥാർത്ഥ സ്നേഹത്തെക്കാൾ പ്രായോഗിക ഊന്നൽ നൽകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഒക്ടോബർ 11 ശുക്രൻ ശനിയുമായുള്ള പ്രതിരോധം തീർക്കുന്നത് ഈ വെല്ലുവിളികളെ കൂടുതൽ രൂക്ഷമാക്കും. സാമ്പത്തികമായും വൈകാരികമായും കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഒക്ടോബർ 6 ബുധൻ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആശയവിനിമയങ്ങൾ സാധാരണ സംസാരങ്ങളിൽ നിന്നും മാറി കൂടുതൽ ഗഹനമായ തലങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഗവേഷണങ്ങൾ, മനഃശാസ്ത്രപരമായ വിശകലനങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം അനുകൂലവുമാണ്. ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവുണ്ടാകും. എങ്കിലും ഈ സംക്രമണം ചില രാശികൾക്ക് പ്രതികൂല ഫലങ്ങൾ നൽകാനുള്ള ഇടയുമുണ്ട്. ഉദാഹരണത്തിന് മേടൻ രാശിക്കാർക്ക് 8ാം ഭാവത്തിൽ ബുധൻ ഉദിച്ചുയരുന്നത് കുടുംബത്തിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ സൃഷ്ടിക്കും. ജോലി സംബന്ധമായി ഉന്നതാധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടാനും ഇടയുണ്ട്.